ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഫെസ്റ്റിവലെല്ലാം വെച്ച് കഴിക്കാറുള്ള മുളക് ബജ്ജി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏവർക്കും ഇഷ്ടമാകുന്ന ഈ മുളക് ബജ്ജി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നന്നായി ക്ലീൻ ചെയ്തെടുത്ത മുളക് ഇതുപോലെ മുത്തുകൾ കളഞ്ഞ് മാറ്റി വെക്കണം. ഓരോന്നും എടുത്തുകൊണ്ട് മുത്ത് കളഞ്ഞ് മാറ്റി വെക്കുക. ശേഷം ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒരു കീറ് കൊടുത്ത് അതിനകത്തുള്ള അല്ലികളെല്ലാം എടുത്ത് പുറത്ത് കളയണം. എരിവ് കുറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അത് വെച്ച് തന്നെ പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുക. ശേഷം ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് അതിനകത്ത് കുറച്ച് പുളി, ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം എന്നിവ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റണം. കടല ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റിയെടുക്കുക. ഇത് ഓരോ മുളകിൻ്റെയും ഉള്ളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കടലയിനകത്ത് നേരത്തെ നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഒട്ടും എരിവുണ്ടാവേ ഇല്ല. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിനകത്തൊരു സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് നന്നായി തേച്ച് കൊടുക്കാം. ഞങ്ങൾക്കൊക്കെ പുളി വളരെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് വളരെ കൂടുതൽ പുളി ഞാൻ ഉപയോഗിക്കുന്നത്. പുളിക്ക് എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പുളി കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അതിൻ്റെ അല്ലികൾ കളയാത്ത രീതിയിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ പുളി നന്നായിട്ട് തേച്ച് ഒരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്കിത് പൊരിച്ചെടുക്കാനുള്ള മാവ് തയ്യാറാക്കാം. അതിനായി ഒരു പാത്രത്തിൽ ഒരു കപ്പ് കടല മാവ് എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇത് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ്. ഇത് ഓപ്ഷനബിൾ ആണ്. പൊരിഞ്ഞിട്ടാൽ കോൺഫ്ലവർ പൊടിയുടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയോടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് അത് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളമൊന്നും ആവശ്യം വരില്ല. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ അരിപ്പൊടി മിക്സ് ചെയ്യുന്നത് പോലെ അരിപ്പൊടിയിലൊക്കെ ഉപയോഗിക്കാനുള്ളത് പോലെ ഒരുപാട് വെള്ളമൊന്നും ഇതിന് ആവശ്യം വരില്ല. കടലമാവിന് വളരെ കുറച്ച് വെള്ളം മാത്രമേ വേണ്ടൂ. അപ്പോൾ അതിനനുസരിച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഈ കാണുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ടൊരു പാൻ എടുക്കുക. പാൻ ചൂടായ ശേഷം അതിലോട്ട് ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായി ചൂടായ ശേഷം നമുക്ക് ഈ മുളക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന മാവിൽ മുക്കിക്കൊണ്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് ചില സമയത്തൊക്കെ അതിൽ പുളി പുറത്തോട്ട് വരികയും ഒരു ശബ്ദം ഉണ്ടാകുകയും ചെയ്യും. ദേഹത്ത് തെറിക്കുകയൊന്നും ചെയ്തില്ല. നല്ല രീതിയിൽ തന്നെ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പൊരിച്ചെടുക്കാം. ഇതൊരിക്കലും നെയ്യ് പിടിച്ചൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. കടല നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് ഈ ഒരു രീതിയിൽ പൊരിച്ച് മാറ്റി വെക്കാം. ചെറിയ ചൂടോട് കൂടി കഴിക്കുന്നതാണ് കൂടുതൽ രുചികരം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.